നിങ്ങൾ ഒരു യൂട്യൂബ് കണ്ടിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ കണ്ടിട്ട് മ്യൂച്വൽ ഫണ്ട് സിപ്പ് ചെയ്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോ കൃത്യമായിട്ടും കണ്ടു തന്നെ ഇരിക്കണം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് വളരെ ലോങ് ടേമിലാണ്. അതായത് ഒരു മിനിമം ഒരു 5 ഇയേഴ്സിന് മേലെ അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് പീരീഡിൽ സിപ്പ് ചെയ്യുമ്പോഴാണ് ഒരു ഡീസൻറ്റ് റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേങ്കിൽ മ്യൂച്വൽ ഫണ്ട് സിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത കുറേ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കാതെ പോകുന്ന 1-2 ഇമ്പോർട്ടൻ്റ് റീസൺ കൊണ്ട് അവരുടെ റിട്ടേൺ പലപ്പോഴും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ കിട്ടാറില്ല. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സ്കീം ചെയ്യുമ്പോൾ പല ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവർ റീസെൻ്റ്ലി ഹയസ്റ്റ് റിട്ടേൺ കൊടുത്ത സ്കീമുകൾ ചൂസ് ചെയ്തിട്ട് സിപ്പ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ സ്കീമുകൾ ലോങ് റണ്ണിൽ പെർഫോം ചെയ്യാതെ വരും. സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റ് ചെയ്ത റിട്ടേൺ കിട്ടത്തില്ല. ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് ഓഫ് സ്കീമാണ്. പല ഇൻവെസ്റ്റേഴ്സും ഒരുപാട് സ്കീമുകളിലേക്ക് സിപ്പ് സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ ഒരു സ്കീമിലുള്ള ഷെയർസ് മറ്റൊരു സ്കീമിൽ കാണുകയും ഇത് ഓവർലാപ്പ് ആകുകയും എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ലോങ് റണ്ണിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഹയസ്റ്റ് പെർഫോം ചെയ്ത സ്കീം ചൂസ് ചെയ്യാതിരിക്കുക, ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സ്കീമുകൾ ചൂസ് ചെയ്യാതിരിക്കുക. ലോങ് റൺ സിപ്പ് സെറ്റ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.